മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ആർസണൽ. ഈ കളി ജയിച്ചാലും തോറ്റാലും ആർസണൽ പ്രീമിയർ ലീഗ് എടുക്കാനൊന്നും പോകുന്നില്ല. ആർസണലിന്റെ ടൈറ്റിൽ ഹോപ്സ് വെസ്റ്റ് ഹാമുമായിട്ടുള്ള ഗെയിമിലും നോട്ടിംഗ്ഹാം ഫോറസ്റ്റുമായിട്ടുള്ള ഗെയിമിലും കളഞ്ഞു പൊളിച്ചത്. ടോക്കിംഗ് അബൌട്ട് ദ ഗെയിം, ഇറ്റ് വാസ് ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇത്രയും നല്ലൊരു 1-1 ഡ്രോ ഗെയിം കാണുന്നത്. ഫസ്റ്റ് ഹാഫ് ടോട്ടൽ ഡോമിനേഷൻ ബൈ ആർസണൽ, ടോട്ടൽ ഡോമിനേഷൻ. ഈ കളി ഡ്രോ ആണെങ്കിൽ പോലും ഐ ആം വെരി ഹാപ്പി വിത്ത് ആർസണൽസ് പെർഫോമൻസ്. ബ്യൂട്ടിഫുൾ ഗെയിം ആയിരുന്നു ഫസ്റ്റ് ഹാഫ് കാണാനായിട്ട്. പക്ഷേ പാസസ് ഒന്നും അങ്ങോട്ട് കണക്ട് ആവുന്നില്ലായിരുന്നു. ആൻഡ് യു ഹാവ് ടു ഗിവ് ക്രെഡിറ്റ് ടു മാൻ യുണൈറ്റഡ്, ദ വേ ദാറ്റ് അമറിൻ സെറ്റ് ദ മാൻ യുണൈറ്റഡ് ടീം ഓൾസോ വളരെ ഡിഫെൻസീവ്ലി ഓർഗനൈസ്ഡ് ആയിരുന്നു. പാസസ് ഒന്നും ത്രൂ ആവാതെ നോക്കുകയും ചെയ്തു. ഫസ്റ്റ് ഹാഫിൽ ഇറ്റ് വാസ് എ ഗെയിം ഓഫ് വളരെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്ന ഒരു ടീം, വളരെ നല്ല രീതിയിൽ ഡിഫെൻസ് ചെയ്യുന്ന ടീം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫസ്റ്റ് ഹാഫ് തീരാറാവുമ്പോഴത്തേക്ക് ട്രൊസാർഡ് ഫൗൾ ചെയ്ത് മാൻ യുണൈറ്റഡിന് ഒരു ഫ്രീ കിക്ക് കിട്ടുന്നു. മാൻ യുണൈറ്റഡിൻ്റെ ആസ് ഓൾവേസ് രക്ഷകൻ ബ്രൂണോ ഫെർണാണ്ടസ് ഫ്രീ കിക്ക് എടുക്കുന്നു, സ്കോർ ചെയ്യുന്നു. ആ ഗോൾ ഒന്നുകൂടെ നമ്മൾ എടുത്ത് നോക്കുവാണെങ്കിൽ റയ കുറച്ചുകൂടെ മിഡിൽ പൊസിഷൻ എടുക്കണമായിരുന്നോ എന്ന് നമുക്കൊന്ന് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരും. പക്ഷേ നമുക്ക് റയയെ കുറ്റപ്പെടുത്താനേ പറ്റത്തില്ല. കാരണം റയയുടെ സെക്കൻഡ് ഹാഫ് പെർഫോമൻസ്, 3 കിട്ടിലൻ സേവ്സ്, വേൾഡ് ക്ലാസ് സേവ്സ്. ഫസ്റ്റ് മെസറാവിയുടെ സേവ്, സെക്കൻഡ് സേഴ്സ്കി അത് ഫ്ലിക്ക് ചെയ്യായിരുന്നു, ഇങ്ങനെ ഫ്ലിക്ക് ചെയ്ത് അത് ഇറ്റ്സ് സോ ഡിഫിക്കൾട്ട്. ലാസ്റ്റ് 93rd മിനിറ്റിൽ വേറൊരു സേവ് റയയുടെ. അതുകൊണ്ട് റയ ഹി റിഡീംഡ് ഹിംസെൽഫ് എന്ന് പറയണം. അതിലൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ തന്നെ റയ റിയലി റിഡീംഡ് ഹിംസെൽഫ്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് ബ്രൂണോ ഫെർണാണ്ടസ് സ്കോർ ചെയ്ത് കയറുകയാണെങ്കിൽ പോലും എനിക്ക് വലിയ ഡൗട്ടൊന്നുമില്ലായിരുന്നു ആർസണൽ വിൽ നോട്ട് കം ബാക്ക് എന്ന്. കാരണം ആർസണലിന് ഒരു സ്റ്റൈൽ ഓഫ് പ്ലേ ഉണ്ടായിരുന്നു ഇന്നത്തെ ഇതിൽ. ഞങ്ങൾ ത്രൂ അടിച്ച് തന്നെ കയറി ഗോൾ അടിക്കും എന്നുള്ള, ഓപ്പൺ പ്ലേയിൽ തന്നെ ഗോൾ അടിക്കും എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റിയോടെ തന്നെയാണ് ഇന്ന് ആ ഗെയിം വന്നത്. സോ ഹാപ്പി ടു സീ ആർസണൽ പ്ലേയിങ് വെരി പ്രോഗ്രസീവ് ഗെയിം, കട്ട് ത്രൂ പാസസ്. സോ ഐ എം നോട്ട് ഡിസപ്പോയിൻറ്റഡ്. ഞാൻ ആർസണലിൻ്റെ പെർഫോമൻസിൽ ഡിസപ്പോയിൻറ്റഡേ അല്ല. സെക്കൻഡ് ഹാഫിൽ അറൌണ്ട് 74-75 മിനിറ്റ്സിൽ മാർട്ടിനെല്ലി ഒരു കട്ട് ബാക്ക് ചെയ്ത് റൈസിന് കൊടുക്കുന്നു. റൈസ് ഷൂട്ട് ചെയ്ത് ഗോളാക്കുന്നു. 2 പേർക്കും സെക്കൻഡ് ഹാഫിൽ ഇഷ്ടം പോലെ ചാൻസസ് ഉണ്ടായിരുന്നു വിൻ ചെയ്യാനായിട്ട്. അത് ഞാൻ വിചാരിച്ചു ആർസണൽ സ്കോർ ചെയ്ത് കഴിയുമ്പം മാൻ യുണൈറ്റഡ് വിൽ ബി മോർ ഡിഫെൻസീവ് എന്ന്. ഒരിക്കലുമല്ല. മാൻ യുണൈറ്റഡ് വെയർ ബ്രേവ്, ദേ ട്രൈ ടു വിൻ ദ ഗെയിം. സോ ഡിഡ് ആർസണൽ. 2 പേർക്കും ജയിക്കണമെന്ന് താല്പര്യമുള്ള ഗെയിം തന്നെയായിരുന്നു. അല്ലാതെ ആരും ഡിഫെൻസ് ചെയ്ത് സിറ്റ് ബാക്ക് ചെയ്തില്ല. ഇറ്റ് വാസ് എ വെരി എൻജോയബിൾ ഗെയിം. ഐ റിയലി എൻജോയ്ഡ്. മാൻ ഓഫ് ദ മാച്ച് സത്യം പറഞ്ഞാൽ റയ അല്ലാതെ വേറെ ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല. 15 പോയിന്റ് ഗ്യാപ്പോടാണ് ലിവർപൂൾ ഇപ്പോൾ ലീഡിൽ നിൽക്കുന്നത്. ഈ 15 പോയിന്റ് ലിവർപൂൾ കളഞ്ഞു പൊളിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. കാരണം ഇനിയത്തെ ലിവർപൂളിൻ്റെ ഫിക്സ്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഈസി ഫിക്സ്ചേഴ്സ് തന്നെയാണ്. എവർട്ടൺ, ഫുൾഹാം, ലെസ്റ്റർ സിറ്റി, പിന്നെ അതിനകത്ത് 2-3 ടഫ് ഗെയിംസ് പറയാവുന്നതുള്ളത് ടോട്ടൻഹാം, ചെൽസി, ആർസണൽ. ഇതാണ് ടഫ് ഗെയിംസ് പറയാനാണെങ്കിൽ ഉള്ളത് തന്നെ. അതിൽ ഫസ്റ്റ് ആ ലെസ്റ്റർ സിറ്റി വരേക്കുമുള്ള കളി ജയിച്ചു കഴിഞ്ഞാൽ തന്നെ ടൈറ്റിൽ ഈസ് ദേഴ്സ്. പിന്നെ 1-2 ഡ്രോ മതി ടൈറ്റിൽ ലിവർപൂളിൻ്റെ കയ്യിലിരിക്കാൻ.